ഇന്ന് നമുക്ക് ചിക്കൻ കറിയേക്കാളും നല്ല രുചിയിൽ മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അതിനായി 100 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് കൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ആൾക്കാർ കൃഷി ചെയ്തുണ്ടാക്കിയതാണ്, അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇതിനെ നമുക്ക് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിനെ കഴുകിയെടുക്കാം. കഴുകുന്നതിനായി നമ്മൾ കൂടുതൽ നേരം വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ കഴുകി മാറ്റാം. ഇനി ഇതിൻ്റെ വലിപ്പം കുറയ്ക്കുന്നതിനായി നമുക്ക് കുറച്ച് ചെറുതായി മുറിച്ചെടുക്കാം. ഇതുപോലെ മുറിച്ചാൽ മതി. എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ മാരിനേറ്റ് ചെയ്യാം. അതിനായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഒരു 15 മിനിറ്റ് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു സവാള മുറിച്ചതിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. 3 പച്ചമുളക് ഇതുപോലെ ചെറുതായി മുറിച്ചതും കൂടി നമുക്ക് ചേർക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അതും കൂടി ഇളക്കി കൊടുക്കാം. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ചത് ചേർക്കാം. കുറച്ച് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇതിനെ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കൂണിൽ തന്നെ വെള്ളമുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഫ്ലെയിം കൂട്ടി ഒരു 3 മിനിറ്റ് നമുക്ക് വെക്കാം.
ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. 10 മിനിറ്റ് ആയപ്പോഴേക്കും ഇതൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് തുറന്ന് വെച്ച് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല രുചിയുള്ള മഷ്റൂം അഥവാ കൂൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.